Hi, this is Ajay. Welcome to Tech Vlog. ഒരുപാട് യൂട്യൂബേഴ്സിന്റെ സംശയമാണ് ഓഡിയോ ക്വാളിറ്റി കിട്ടാത്തതുകൊണ്ട് ഏത് മൈക്ക് വാങ്ങണം എന്നുള്ളത്. വീഡിയോ പോലെ തന്നെ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഓഡിയോ എന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോയും ഓഡിയോയും ഒരേ രീതിയിൽ വന്നാലേ നമ്മൾ ഉണ്ടാക്കുന്ന ആ വീഡിയോയ്ക്ക് ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ. ഞാൻ അങ്ങനെ ഒരുപാട് കമ്പയർ ചെയ്തതിന് ശേഷമാണ് Boya M1 എന്നുള്ളൊരു മൈക്ക് പർച്ചേസ് ചെയ്യുന്നത്. ഇതാണ് Boya M1. ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഡീറ്റെയിൽസിനെ പറ്റി പറയാം. സോ ഇതൊരു Omni-directional മൈക്കാണ്. ഇത് സ്മാർട്ട് ഫോണിലെ DSLR, അതുപോലെ തന്നെ Camcorders, ഓഡിയോ റെക്കോർഡേഴ്സ്, പിന്നെ ഈ പറയുന്ന കമ്പ്യൂട്ടേഴ്സിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ അറിയാം, ലോക്ക്ഡൗണിന് ശേഷം ഒരുപാട് യൂട്യൂബ് ചാനൽ, എൻ്റെ ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനൽ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഫേസ് ചെയ്തൊരു കാര്യമാണ് ഓഡിയോ ക്വാളിറ്റി. അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയമാണ്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഒരുപാട് വീഡിയോസ് ഗൂഗിൾ ക്ലാസ് റൂമിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ റെക്കോർഡ് ചെയ്യുമ്പോഴും വോയിസ് ക്ലാരിറ്റിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാകാം ഈ ഒരു Boya M1 എന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താം. സോ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള ബോക്സിലാണ് Boya M1 വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു ലെതർ പോലുള്ള പൗച്ച് നമുക്ക് കാണാൻ സാധിക്കും. ആ പൗച്ചിനുള്ളിലാണ് മൈക്കും മറ്റു കാര്യങ്ങളും. പിന്നെ അടുത്തായി നോക്കുമ്പോൾ ഒരു വാറണ്ടി പേപ്പറും അതുപോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും നമുക്ക് ഇതിനൊപ്പം കിട്ടുന്നുണ്ട്. ഈ ഒരു പൗച്ച് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാണ് ഈ പൗച്ച് വരുന്നത്. ആദ്യം തന്നെ ഉള്ളിൽ ഒരു സിലിക്ക ജെൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മോയ്സ്ചറും മറ്റും ഉള്ളിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തതായി വരുന്നതാണ് നമ്മുടെ Boya M1. തൽക്കാലം നമുക്ക് മൈക്കോട്ട് മാറ്റി വെക്കാം. ഇതിനൊപ്പം കുറച്ച് അക്സസറീസ് വരുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബാറ്ററി മറ്റും ഇരിക്കുന്ന ഒരു കവർ നമുക്ക് കാണാം. നമുക്ക് അതിനെ തുറന്നു നോക്കാം. ആദ്യം തന്നെ 3.5 mm to 7 mm അഡാപ്റ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെഡ്ഫോൺ ജാക്കിലേക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡയറക്റ്റ് ആംപ്ലിഫയർ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ മൈക്കിന്റെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത് Boya M1 ഒപ്പം കിട്ടുന്നുണ്ട്. ഇതോടൊപ്പം ഒരു ഫോം വിൻസ്ക്രീനും ഇതിൽ കാണാം. ഇത് കൂടാതെ ഒരു ബാറ്ററിയും അതോടൊപ്പം മൈക്ക് ഘടിപ്പിക്കാനുള്ള ക്ലിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ ക്ലിപ്പ് വരുന്നത്. നമുക്കത് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇനി നമുക്ക് മൈക്കിലേക്ക് പോകാം. വയർ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആവറേജ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അത്ര നല്ലൊരു ക്വാളിറ്റി അല്ല വയറിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഇനി ഇതിൻ്റെ മൈക്ക് ഒരു യൂണി-ഡയറക്ഷണൽ മൈക്കാണ് വരുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ, ക്യാമറ എന്തെങ്കിലും മോഡുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മൊഡ്യൂൾ ഇതിപ്പം കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് തുറക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് തുറന്നതിന് ശേഷം ഇതിനോടൊപ്പം കിട്ടുന്ന ബാറ്ററി ഇതിനുള്ളിൽ നമുക്ക് ഇടാൻ സാധിക്കും. എന്താണ് അതിൻ്റെ യൂസ് എന്ന് ഞാൻ പറയുന്നതായിരിക്കും. മൈക്കിൽ ക്ലിപ്പും ഫോം സ്ക്രീനും വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും മൈക്കിരിക്കുക. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ വയറിൻ്റെ ലെങ്ത്. 6 മീറ്റേഴ്സോളമാണ് ഈ Boya M1 വയറിന്റെ ലെങ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ദൂരം മാറി നിന്ന് വ്ലോഗ് ചെയ്യണമെങ്കിൽ പോലും ഈ മൈക്ക് വെച്ചത് സാധിക്കുന്നതാണ്. ഇതിൽ ഈ ഫോം വിൻസ്ക്രീൻ വെക്കുന്നതോടെ ചെറിയ രീതിയിലുള്ള നോയ്സ് ഒക്കെ പോകുമെന്നാണ് ഇത് പറയുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഈ ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ നമുക്ക് മൈക്ക് ഇങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ 2-3 പേര് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത്, ഏത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം വോയിസ് ക്ലാരിറ്റി ചെറിയ രീതിയിൽ ലോസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. സോ അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പോക്കോ F1 യൂസ് ചെയ്തുകൊണ്ടാണ് വീഡിയോസ് എടുക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നത് ONEPLUSന്റെ 5T എന്ന ഫോണിലാണ്. അതുപോലെ തന്നെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഫോണിൽ തന്നെ DOLBY ON എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് DOLBY ON എന്നൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഫോണിൽ. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഫോണിൻ്റെ മൈക്രോഫോണിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് വോയിസ് റെക്കോർഡ് ചെയ്യുകയും അതുപോലെ തന്നെ അത്യാവശ്യം നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ചെയ്ത് ഔട്ട്പുട്ട് തരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും 2 ഫോൺ കയ്യിലുണ്ടാവില്ല വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്ന സമയങ്ങൾ പൊതുവായിട്ട്. അതുപോലെ തന്നെ ഈ ഫോൺ നമുക്ക് അങ്ങോട്ടേക്കൊരു മാറ്റി വെക്കുന്നതനുസരിച്ചുള്ള ആ ഒരു സൗണ്ടിന് ഡിഫറൻസ് വരുന്നുണ്ട്. ചിലപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ പല സമയങ്ങളിലും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മൈക്ക് എടുക്കാൻ തന്നെ കാരണം. അതുപോലെ ഈ ഒരു പാർട്ട് നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ ക്യാമറ 2 മോഡ്സാണ് ഉള്ളത്. ഒന്ന് ക്യാമറ എന്നും അടുത്തത് സ്മാർട്ട് ഫോൺ എന്നുള്ളത്. സ്മാർട്ട് ഫോൺ അവിടെ ഓഫ് എന്ന് കാണിക്കുന്നുണ്ട്. അത് എപ്പോഴാണോ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ബാറ്ററി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ PC ആണെങ്കിൽ കൂടി ബാറ്ററി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ക്യാമറയിലാണ് നമുക്ക് ഡയറക്റ്റ് ഇത് പ്ലഗ് ഇൻ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്കിതിൽ ബാറ്ററി യൂസ് ചെയ്യേണ്ടതുണ്ട്. ആ ബാറ്ററിയുടെ ബാക്കപ്പും കാര്യങ്ങളും ഞാൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ പറയാം. എന്തായാലും എന്നെ സംബന്ധിച്ച് ഇതൊരു ഡീല് തന്നെയാണ്. ഇനി ബാക്ക് ടു ദ സബ്ജക്ട്. നമുക്ക് ഈ മൈക്ക് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് DOLBY ON എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണോ മുൻപ് വീഡിയോ ചെയ്തിരുന്നത് അതേ രീതിയിൽ തന്നെയുള്ള ആ സൗണ്ടാണ്. ഇപ്പോൾ ഞാൻ വോയിസ് സ്വിച്ച് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ONEPLUS 5Tയുടെ ഒറിജിനൽ മൈക്കിന്, അതായത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ അത് ഗ്രാസ്പ് ചെയ്യുന്ന സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
ഇനി നമുക്ക് ഈ മൈക്ക് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് വോയിസിന് ഡിഫറൻസ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. സോ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു മൈക്കിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചെറിയ രീതിയിലുള്ള ഒരു നോയ്സ് വരുന്നുണ്ട്. പക്ഷേ അത് നോയ്സ് റിഡക്ഷൻ ചെയ്യുമ്പോഴത്തേനും അത് പക്ക ക്ലിയർ ആയിട്ട് തന്നെ മാറുന്നുണ്ട്. സോ ഈ മൈക്കിൻ്റെ കാര്യത്തിൽ പക്ക സാറ്റിസ്ഫൈഡ് ആണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏകദേശം 780 രൂപയാണ് ഈ Boya M1 എന്ന് പറഞ്ഞ മൈക്ക് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് ആയത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മൈക്ക് എന്ന് തന്നെ പറയാൻ പറ്റും. മൈക്കിൻ്റെ ആ പോർഷൻ നമ്മുടെ മൗത്തിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വോയിസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്റ്റുഡിയോ സെറ്റപ്പ് ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നോയ്സ് ലെവൽസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഇനി ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഔട്ട്ഡോറിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും, ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, ചെറിയ രീതിയിലുള്ള നോയ്സസ് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാതുള്ള ഈ ഒരു മൈക്കിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് ഈ ഒരു മൈക്ക് എന്നുള്ളത്. ഇത് തന്നെയാണ് ഈ ഒരു Boya M1ൻ്റെ പ്രത്യേകത. കാരണം ഈ ഒരു കുറഞ്ഞ പ്രൈസ് തന്നെ ഈ ഒരു ക്വാളിറ്റിയിലുള്ള സൗണ്ട് തരാൻ ഈ ഒരു Boya M1ന് സാധിക്കുന്നുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. ഒരു മൈക്ക് എടുക്കണം, യൂട്യൂബ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസിന് വേണ്ടിയിട്ടായിരിക്കണം, അതൊരു കുറഞ്ഞ ബഡ്ജറ്റിലും ആയിരിക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർക്ക് Boya M1 എന്തുകൊണ്ടും നല്ലൊരു ചോയ്സാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള നോയ്സസ് വരുന്നുണ്ട്, പക്ഷേ അത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് മൈക്ക് തന്നെയാണെന്ന് പറയാൻ പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്തൊരു ഗാഡ്ജറ്റുമായി വീണ്ടും വരുന്നതിന് വരെ ബൈ.